Hi friends, welcome to Competitive Cracker. എൻ്റെ പേര് സുകേഷസ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ നെവർ ബി റീപ്ലേസ്ഡ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിരവധി സമയങ്ങളിൽ കടന്നു വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ എത്തിപ്പിടിക്കുക എന്നതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ്, ഏകദേശം 40ഓളം ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ എക്സാമിലേക്ക് ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എത്തിപ്പിടിക്കുക എന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ചെയ്യണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസിലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും അധികം സ്റ്റാറ്റസും ഏറ്റവും അധികം സാലറി സ്കെയിലും ഉൾപ്പെടുന്ന ഒരു ജോലി തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നത്. ഭരണശിലാ കേന്ദ്രത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ എക്സാമിനും ഇനി മുന്നോട്ട് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, കഴിഞ്ഞ എക്സാമുകൾ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്നത്. എന്താണ് ദേശീയ വരുമാനം? ഒരു രാജ്യത്തെ നിവാസികൾ സമ്പാദിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്നത്. ഒരു രാജ്യത്തെ മൊത്തം റെസിഡൻസും ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷനിലൂടെയും സർവീസസിലൂടെയും ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനമെന്ന് കണക്കാക്കുന്നത്. ദേശീയ വരുമാനം പണ്ട് മുതലേ കണക്കാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹമാണ് ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. 1867-68 കാലഘട്ടങ്ങളിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ദേശീയ വരുമാനം കണക്കാക്കിയതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എത്രത്തോളം സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ആ സമയത്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. അന്ന് കാൽക്കുലേറ്റ് ചെയ്ത നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം 20 രൂപയായിരുന്നു. ഒരു രാജ്യത്തെ പൗരന് 20 രൂപയിലേക്ക് പെർ ക്യാപിറ്റ ഇൻകം എത്തിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സാമ്പത്തിക ചൂഷണമായിരുന്നുവെന്ന് അന്ന് ദാദാഭായ് നവറോജി വിളിച്ചു പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന് സപ്പോർട്ടീവ് എന്ന രീതിയിലാണ് അദ്ദേഹം നാഷണൽ ഇൻകം അന്ന് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ ഔദ്യോഗിക നാഷണൽ ഇൻകം കണക്കുകൾ പിന്നീട് 1931-32 സമയത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ VKRV റാവു ആണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അത് സയൻറ്റിഫിക് ആയിട്ടും ഒഫീഷ്യലായിട്ടും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആദ്യമായി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ദാദാഭായ് നവറോജിയും, ആദ്യമായി സയന്റിഫിക്കായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ VKRV റാവുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം 1970 സമയത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയി വരികയും ഉണ്ടായി. ഇപ്പോൾ ഏത് സംഘടന, ഏത് ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസിന് ശേഷം 1949 ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിക്കുകയും ആ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951 രൂപീകൃതമാവുകയും ചെയ്തു. 1949 കമ്മിറ്റി വരുന്നു, 59 CSO രൂപീകൃതമാവുന്നു. പിന്നീട് ഈ CSO NSO ആയി അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായി മാറുകയും ഇന്ന് NSOയുടെ കീഴിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. NSO മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ അത് NNBFC അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന ടെക്നിക്കൽ ടേമിലേക്കാണ് വരുന്നത്. ഇനി NNB എന്താണ്, GDP എന്താണ്, GNB എന്താണ് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ആദ്യത്തെ സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവും എന്താണ് GDP അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നത്. നമ്മൾ ഈ GDP പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വേർഡിങ്സുകൾ മനസ്സിലാക്കുക. ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്തിനുള്ളിൽ നിർമ്മിച്ച, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച എല്ലാ പൂർത്തിയായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവിലാണ്, അത് രാജ്യത്തിൻ്റെ ഉള്ളിലാണ് നിർമ്മിക്കുന്നത്. എല്ലാ പൂർത്തിയായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. നമുക്ക് മനസ്സിലായി, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പരിധിക്കുള്ളിലാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമല്ല, ഫൈനൽ സർവീസസുമാണ്, ഇതിൻ്റെ പണമൂല്യമാണ് അഥവാ മോണിറ്ററി ടേംസിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇതൊരു മോണിറ്ററി ടേംസ് ആണ്, ഇതൊരു ഫൈനൽ പ്രൊഡക്ഷൻ സർവീസസ് ആണ്, ഇത് ആഭ്യന്തര പ്രദേശത്തിനുള്ളിലാണ് ഈ പ്രൊഡക്ഷൻ നടത്തപ്പെടുന്നത്.
ഇനി നോമിനൽ ജി ഡി പി പ്രകാരം ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ് അറിയപ്പെടുന്നത്. USA, ചൈന, ജർമ്മനി, ജപ്പാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പിയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഇന്നത്തെ വിലയിൽ നമ്മളത് കണക്കാക്കുകയാണെങ്കിൽ നോമിനൽ ജി ഡി പി എന്നും ഒരു ബേസ് ഇയറിനെ അടിസ്ഥാനപ്പെടുത്തി. ഇന്ത്യയുടെ ബേസ് ഇയർ 2011-12 ആ ബേസ് ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ റിയൽ ജി ഡി പി എന്ന് പറയുന്നു. ഇന്നത്തെ വിലയിൽ ഒരു കിലോ വീറ്റാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇന്നത്തെ വിലയായിട്ടുള്ള 100 രൂപയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നോമിനൽ ജി ഡി പി എന്നും, ബേസ് ഇയറിൽ 2011-12 ഇതിനൊരു 10 രൂപയേ ഉള്ളൂ ഈ 1 കിലോയ്ക്ക് 10 രൂപയാണ് അന്നാവുന്നത്, ഇന്ന് 100 രൂപയാവും. അപ്പോൾ ഇന്നത്തെ വിലയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നോമിനൽ ജി ഡി പി 2011-12 എന്ന ഇന്ത്യയുടെ ഔദ്യോഗിക ബേസ് ഇയറിൻ്റെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ അതിന് 10 രൂപയാവും. അതിനെയാണ് നമ്മൾ റിയൽ ജി ഡി പി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായത് നോമിനൽ ജി ഡി പി പ്രകാരമാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ജി ഡി പി എന്താണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്താണ് NDP അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ അറ്റ ആഭ്യന്തര ഉൽപ്പാദനം? നമ്മൾ ഈ വേർഡിങ്സ് ഒന്ന് എടുത്തു നോക്കി. NDP, GDP എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഗ്രോസ് ആയി മാറുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗ്രോസ് എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെയൊക്കെയോ സമ്മപ്പാണ്, അതൊരു മൊത്ത വിലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിൽ നിന്ന് എന്ത് മാറ്റുമ്പോഴാണ് നെറ്റിലേക്ക് വരുന്നത്? ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ മാറ്റുമ്പോഴാണ് നെറ്റിലേക്ക് വരുന്നത് എന്ന സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഡിപ്രിസിയേഷൻ? ഓരോ മൂലധന വസ്തുവിനും ഓരോ മൂലധന ആസ്തികൾക്കും തേയ്മാനം സംഭവിക്കാറുണ്ട്. അത് മെഷീനറി ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, ഏത് ക്യാപിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ക്യാപിറ്റൽ ആസ്തിക്ക് തേയ്മാനം സംഭവിക്കാറുണ്ട്. ആ തേയ്മാനത്തിൻ്റെ അളവാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജി ഡി പിയിൽ നിന്ന് ഡിപ്രിസിയേഷൻ, ഈ തേയ്മാനത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് കിട്ടും. അപ്പോൾ ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നത് സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അറ്റ ഉൽപ്പന്നമാണ് കണക്കാക്കുന്നത്. ഈ തേയ്മാനം കൂട്ടുന്ന വില എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥ അറ്റ ഉൽപ്പന്നം വരുന്നില്ല, അവിടെ ഒരു ഗ്രോസ് വാല്യൂ ആണ് വരുന്നത്. ആ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റിലേക്ക് എത്തും, യഥാർത്ഥ അറ്റ ഉൽപ്പന്നം കാണിക്കുവാനും കഴിയും, ഈ മൂല്യക്കുറവിനെ നമുക്ക് എടുത്തു കാണിക്കുവാനും കഴിയും. ജി ഡി പി നമ്മൾ എന്താണെന്ന് പഠിച്ചു, NDP നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് NNB? നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി NNB-FC എന്നതാണ് നാഷണൽ ഇൻകത്തിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ആ NNB-FCയിലെ NNB എന്താണ്? NNBയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇവിടെ ഒരു നെറ്റുണ്ട്. നമ്മൾ മുമ്പേ പഠിച്ച പോലെ തന്നെ NDPയിൽ ഒരു നെറ്റുണ്ട്, NNBയിൽ ഒരു നെറ്റുണ്ട്. അപ്പോൾ നെറ്റ് എന്നതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് ഡിപ്രിസിയേഷൻ ഇല്ല, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ന് ആദ്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിപ്രിസിയേഷൻ ഇവിടെ കുറയുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്താണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്? GDP ആയിട്ട് NNBക്കുള്ള മറ്റൊരു വ്യത്യാസം എന്നത് ഡൊമസ്റ്റിക് മാറി നാഷണലായി. അപ്പോൾ ഡൊമസ്റ്റിക് മാറി നാഷണലായി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് എന്നതിൽ തന്നെയുണ്ട് ആഭ്യന്തരമായിട്ടുള്ള, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അത് നാഷണൽ ആയി എന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെയോ കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് NFIA എന്ന് പറയുന്നത്. ഡെഫിനിഷനിലേക്ക് പോവാം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്നത് ഒരു രാജ്യത്തിൻ്റെ നിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. അതിൽ മൂല്യത്തകർച്ച കുറച്ചതിനും അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള വരുമാനം കൂട്ടിയതുമായിട്ടുള്ള ഫിഗറാണ് ഉൾപ്പെടുന്നത്. എന്താണ് വിദേശത്ത് നിന്നുള്ള വരുമാനം അഥവാ NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നിവാസികൾ ഇവിടെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അവിടുന്ന് സാലറി
അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പോലെയുള്ള വരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നമ്മളുടെ പണം പുറത്തേക്ക് മാറ്റുന്നുമുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന വരുമാനവും ഇവിടെ നിന്ന് പുറത്തേക്ക് വിദേശികൾ കൊണ്ടുപോകുന്ന പണത്തിൻ്റെ മൂല്യവും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി GDPയും NDPയും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രിസിയേഷൻ ആയിരുന്നുവെങ്കിൽ NDPയും NNPയും തമ്മിലുള്ള വ്യത്യാസം NFIA ആണ് എന്ന് മനസ്സിലായി. ഇനി ഇത്രയാണ് നാഷണൽ ഇൻകത്തിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ഇനി നാഷണൽ ഇൻകത്തെ പറ്റിയുള്ള അക്കൗണ്ടിങ്ങുകളുണ്ട്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രീതികളുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 40 ദിവസത്തെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ബാച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിനകത്ത് നാഷണൽ ഇൻകം മാത്രമല്ല, എക്കണോമിക്സിൻ്റെ ഓരോ കാര്യങ്ങളും മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രക്സ് പോയിന്റുകൾ ഉൾപ്പെടുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 40 ദിവസത്തെ ടൈം ടേബിളിൽ നമുക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എത്തിച്ചു തരുന്നത്. കൃത്യമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ 40 ദിവസം കൊണ്ട് ഇത്രയും വലിയ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന്. കഴിഞ്ഞ എക്സാംസുകളിലെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ PSCക്ക് എപ്പോഴും പ്രധാനപ്പെട്ട, PSCക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട മേഖലയിൽ നിന്ന് PSC എപ്പോഴും വിട്ടുപോയിട്ടില്ല. ആ ഇഷ്ടപ്പെട്ട മേഖലയിലെ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് PSCക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് മേഖലയിൽ നിന്നാണ് മനസ്സിലാക്കി അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നു. നിങ്ങളുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്നത് ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന സബ്ജക്റ്റുകൾ, പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായ ടൈം അടിസ്ഥാനത്തിൽ പഠിച്ചു പോവുക എന്നതാണ്. ഇവിടെ 40 ദിവസത്തെ ടൈം ടേബിളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കർ തരുന്നത്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉണ്ടാവും. ഓരോ ദിവസവും 2 മണിക്കൂറോളം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. കൂടാതെ 10ഓളം മോഡൽ എക്സാംസുകളും ഈ ഒരു 40 ദിവസ സമയത്തിനുള്ളിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ഫേസ് വരാൻ പോകുന്നത് മെയ് മാസം 24-ാം തീയതിയാണ്. മെയ് മാസം 24-ാം തീയതിക്ക് മുമ്പ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ കഴിയണം. അപ്പോൾ മിറാക്കിൾ ക്രാഷ് ബാച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കർ തുടങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. കൃത്യമായിട്ട് പഠിച്ചു പോവുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.